ചേട്ടാ, ഒന്ന് റോഡ് കടത്തി തരുമോ? ആരും കടത്തി തരാനില്ലല്ലോ. അതെ, ഒന്ന് റോഡ് കടത്തി തരുമോ? ഇതെന്താ, ഒരാൾ പോലും കടത്തി തരുന്നില്ലല്ലോ. വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, വെറുതെ. പേടിക്കണ്ട, ഞാൻ റോഡ് കടത്തി തന്നോളാം. അല്ല, തനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ, എന്തിനാ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കളിക്കുന്നത്? എത്ര നേരിച്ചിട്ടാണ് വീട്ടിൽ തന്നെ ചടഞ്ഞ കൂടി ഇരിക്കുക. എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളാണെങ്കിലോ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോയേക്കുക. താങ്ക് യു കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് കീർത്തന എന്നാ. ഇനി ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കുന്നത് അത്ര ശരിയില്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ പേര് കണ്ണൻ എന്നാ. നൈസ് ടു മീറ്റ് യു. എന്നാൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? ഈ അഡ്രസ്സിലോട്ടൊന്ന് എന്നെ ആക്കി തരുമോ? ചെയ്യാലോ, ഞാനിപ്പോൾ തന്നെ കൊണ്ടുവിടാം. തൻ്റെ അഡ്രസ്സ് തന്നേക്ക്. സത്യം പറയാലോ, താൻ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ലായിരുന്നു. താനൊരു ദൈവത്തെ പോലെ എന്നെ വന്ന് രക്ഷിച്ചു. എന്തായാലും ഒരുപാട് താങ്ക്സ് ഒന്നും വേണ്ട, ഞാൻ തന്നെ രക്ഷിച്ചു. അതൊരു മനുഷ്യൻ ചെയ്യേണ്ട കടമയായിട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അല്ലാണ്ട് അതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ. മോളെ മോളെ ഒന്നും പറ്റില്ലല്ലോ. എത്ര നേരമായി മമ്മി വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞത് നിന്നോട് പുറത്ത് പോകണ്ടായിരുന്നു. നിനക്ക് പോയില്ലേ പറ്റൂ? മോനാണോ എന്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നന്ദിയുണ്ട് മോനെ. അല്ല, മോന്റെ പേരെന്താ? എൻ്റെ പേര് കണ്ണൻ എന്നാണ്. അല്ല, നന്ദിയൊന്നും വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അവളോട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഹെൽപ്പ് ചെയ്യണം തോന്നി ചെയ്തു, അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ പോവാം. അയ്യോ, അതെങ്ങനെയാ? ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ പോരെ? ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് വീട്ടിലോട്ട് കയറിക്കോ. അയ്യോ, ചായ ഒന്നും എനിക്ക് വേണ്ടടോ. എനിക്ക് അങ്കിളിനോടൊന്ന് സംസാരിക്കാനുണ്ട്, ഒന്ന് വരുമോ? വരല്ലോ മോനെ. എന്താ മോനെ പറയാനുള്ളത്? മോളെ പറ്റി തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. അല്ല അങ്കിളെ, കീർത്തനയ്ക്ക് ഇത്രയും
ചോദിക്കാനുണ്ട്. എനിക്ക് നീ ഒന്നത് ചെയ്തു തരുമോ? എടാ മുത്തേ, നീ ചോദിച്ച എന്തായി ചേട്ടാ ചെയ്തു തരാണ്ടിരുന്നേ? എടാ അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് നടക്കാൻ പറ്റില്ല. അവളുടെ കാലൊന്ന് ശരിയാക്കണമായിരുന്നു. എനിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ടടാ. നമുക്കൊന്ന് അവളുടെ വീട് വരെ ഒന്ന് പോയിട്ട് നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേ. എന്നാ അവളുടെ വീട്ടിൽ തന്നെ പോവാം, നമുക്ക് പോവാം. ആ ഇതാര് കണ്ണനോ? അല്ല കൂടുതലാരാ? അങ്കിളെ, ഇതെൻ്റെ ഫ്രണ്ടാ, ആളൊരു ഡോക്ടർ കൂടിയാണ്. നമുക്ക് കീർത്തനൻ്റെ കാലൊന്ന് നോക്കിയാലോ? ഞാനിപ്പോ എന്താ പറയാ. നന്ദിയുണ്ട് മോനെ, ഞാൻ കാല് പൊടിക്കാൻ നിന്റെ. അല്ല, അങ്കിൾ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? പണമില്ലാത്തവരെ സഹായിക്കുന്ന ആളാണ് എൻ്റെ ഈ സുഹൃത്ത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇവൻ്റെ ഈ പുണ്യപ്രവൃത്തി പുറത്ത് ആരും അറിയുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ടല്ലേ. ആ കണ്ണേട്ടൻ വന്നോ? കയറിയിരിക്കേ. മമ്മി ഒരു ചായ. രണ്ടാളുണ്ടല്ലോ. മമ്മി 2 ചായ. വീൽ ചെയറിലാണല്ലോ. അല്ല, ഡോക്ടർ ഇത് മാറാൻ സാധ്യതയുണ്ടെന്നൊന്നും പറഞ്ഞില്ലേ? ആ മോനെ പറഞ്ഞായിരുന്നു. അത് എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്താൽ പറ്റുന്ന പറഞ്ഞേക്കണേ. പക്ഷെ ആ ഓപ്പറേഷന് 30 ലക്ഷം അതിനടുത്ത് വരുമെന്നും പറഞ്ഞു. എൻ്റെ ആഗ്രഹം എൻ്റെ കാല് വെച്ചിട്ട് എനിക്ക് നടക്കണമെന്ന്. താൻ എനിക്ക് പൈസ പോലും തരണ്ട. തൻ്റെ കാല് ഞാൻ ഉറപ്പായിട്ട് ശരിയാക്കി തരും. എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അതില്ലാതെ പറയില്ല. കാരണം എനിക്ക് ഡോക്ടർ എന്ന ജോലി കിട്ടാൻ തന്നെ കാരണം ഇവൻ തന്നെയാണ്. എനിക്കൊന്ന് കണ്ണേട്ടനോട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നുണ്ട്. ഒന്നെൻ്റെ കൂടെ വരുമോ? അതിനിപ്പോൾ എന്താ, വരാലോ. എനിക്ക് ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട്. ആദ്യം ഒരുപാട് നന്ദി എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എല്ലാവരും ഹാപ്പി ആയിക്കോ. കീർത്തനക്ക് ഇനി 2 കാലം വെച്ച് നടക്കാനുള്ള പവർ കിട്ടിയിരിക്കുന്നു. എങ്ങനെയാ നന്ദി പറയാന്ന് അറിയില്ല മോനെ. എന്നോട് പറഞ്ഞാൽ അത് വലിയ മണ്ടത്തരാ. നിങ്ങൾ പറയേണ്ടത് ഇതാ ഇവനോടാ. നന്ദിയുണ്ട് മോനെ, എന്നെ ഇത്രയും നല്ലോണം സഹായിച്ചതിന്. എൻ്റെ മോളെ എന്നെക്കാട്ടും എന്തുകൊണ്ടും അവകാശം നിനക്കാണ്. ഇഷ്ടമാണ്.
എനിക്ക് നിൻ്റേത് മാത്രം ആവണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മുത്തിൻ്റെ റൂട്ട്